നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി തീയലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 തക്കാളിയും പിന്നെ ഒരു സബോളയും. അതൊന്ന് മുറിച്ച് കൊടുക്കണേ. നമുക്കതൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. പിന്നെ അടുത്തത് നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് 1 കപ്പ് തേങ്ങ, അരമുറി സബോള, പിന്നെ ഇഞ്ചി, പിന്നെ പെരിഞ്ജീരകം, പിന്നെ 2 കരിവേപ്പില. ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ ആദ്യം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് തക്കാളിയും സബോളയും ഒന്ന് മുറിച്ച് കൊടുക്കുവാണ്. അങ്ങനെ ഞാനിവിടെ സബോളയും തക്കാളിയും ഒക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഈ തേങ്ങയും പിന്നെ സബോളയൊക്കെ ഞാൻ എടുത്ത് വെച്ചത് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. എണ്ണ വേണ്ട, ജസ്റ്റ് നമുക്കൊന്ന് തേങ്ങയൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം, ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ആയി കിട്ടണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 2 ചട്ടിയാണ്. ഒരു ചട്ടിക്കകത്ത് നമുക്ക് സബോളയും ടൊമാറ്റോയും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കാം. ഇച്ചിരി 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തൊന്ന് വെച്ചാൽ മതിയേ, ഒന്ന് ടൊമാറ്റോ ഒന്ന് മുഷിയായി കിട്ടുന്നിടം വരെ. അപ്പോൾ നമുക്കതൊന്ന് ഒരു ചട്ടിയിലേക്ക് സബോളയും ടൊമാറ്റോയും പിന്നെ ലേശം ഉപ്പും പിന്നെ സ്വല്പം മഞ്ഞളും കൂടെ ചേർത്ത് അതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 15 മിനിറ്റ്സ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയേ. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒരു ചട്ടിക്കകത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് കവർ ചെയ്ത് വെച്ച് കൊടുക്കണേ, ടൊമാറ്റോയും സബോളയും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇനിയും അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയും സബോളയും കരിവേപ്പിലയും പെരിഞ്ജീരകം ഇഞ്ചിയും സ്വല്പം ഇഞ്ചിയും എടുത്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് ഒരു ചട്ടിക്കകത്ത് വേറൊരു ചട്ടിക്കകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം തേങ്ങയ്ക്കകത്ത് ഇച്ചിരി മഞ്ഞളും കൂടെ ചേർത്താൽ തേങ്ങ കരിഞ്ഞു പോകത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി മഞ്ഞളും ചേർത്ത് പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് സ്വല്പം എണ്ണ ചേർത്താൽ മതി, കൂടുതൽ എണ്ണ വേണ്ട. അപ്പം ഇച്ചിരി എണ്ണയും ചേർത്ത് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. തീയലല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പം നമുക്ക് ഈ തേങ്ങാപ്പീരിയൊക്കെ ഒന്ന് വറുത്തെടുത്താലേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ ഞാനിപ്പം നമ്മളുടെ ടൊമാറ്റോയും സബോളയും ഒന്ന് നോക്കിയപ്പോഴത്തേക്കിന് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനവിടെ തീ ഓഫ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ തേങ്ങയും പിന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളേ. അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മളുടെ ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടേ ഈ മസാലക്കൂട്ടം ഇടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ മസാല എല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ മസാലക്കൂട്ടമൊക്കെ ഇടുമ്പം സൂക്ഷിക്കണേ, തീ ഓഫ് ചെയ്തിട്ടേ മസാലക്കൂട്ടം ഇടാവുള്ളൂ. ഇപ്പം ഒന്ന് ഇളക്കി കൊടുക്കണം, ചട്ടി ചൂടല്ലേ. അപ്പം നമുക്ക് ഈ മസാല ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, പൗഡർ മസാലയൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് തണുക്കാൻ വെക്കണേ. തണുത്തിട്ടേ നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുക്കണം. പിന്നെ വേറൊരു കാര്യവും പറയാനുണ്ട്. ഇപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ എടുത്തേക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്, ഒന്ന് കളറൊക്കെ കിട്ടാൻ വേണ്ടി, എരിവ് കുറഞ്ഞിരിക്കും. ഇപ്പം നിങ്ങൾ സ്പൈസി വേണ്ടിയത് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആയിട്ട് ആവശ്യത്തിനുള്ളത് എടുത്തോണേ മുളക് പൊടി. ഇനി നമ്മളുടെ ഈ മസാലക്കൂട്ടം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ മിക്സർ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ചട്ടിക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് എടുത്ത് മിക്സറിനകത്തോട്ടിട്ടാൽ അത്രയും വെള്ളം മതിയേ. മിക്സറിനകത്ത് ഇട്ടൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം മിക്സർ ജാറിനകത്ത്. നല്ല ടേസ്റ്റാണ് ഈ തക്കാളി തീയലൊക്കെ കൂട്ടി ചോറുണ്ണാൻ വേണ്ടി. നല്ല സൂപ്പർ അടിപൊളി റെസിപ്പിയാണ്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബോളയും ടൊമാറ്റോയും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും. അപ്പം ഇതൊന്ന് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇപ്പം നമ്മളുടെ മിക്സി ജാറിനകത്ത് ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഇച്ചിരി കുറഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ തക്കാളി വേവിച്ച് വെച്ച തക്കാളിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ അരപ്പ് എടുത്ത് മിക്സിക്കകത്ത് അരച്ച് വെച്ച അരപ്പും കൂടെ തക്കാളിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. നിങ്ങൾക്ക് ഇച്ചിരി ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ വെള്ളം ചേർക്കാം. അല്ലെങ്കിൽ ഒന്ന് കുറുകിയിരിക്കുന്ന രീതിയാണെങ്കിൽ ഇത്രയും വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് അരച്ചെടുത്ത അരപ്പും കൂടെ ടൊമാറ്റോയ്ക്കകത്ത് ചേർത്ത് കൊടുത്താൽ മതിയേ. ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണേ. അതിൻ്റെയായിട്ട് ഞാനൊരു വേറെ ചട്ടിക്കകത്ത് സബോളയും പിന്നെ കരിവേപ്പിലയും കടുകും കൂടെ എടുത്ത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് അതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. നമ്മളുടെ തീയലിനകത്തോട്ടൊന്ന് ടെമ്പറിങ് ചെയ്യാനാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് കിട്ടട്ടെ. സബോളയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകണം. ഞാൻ പിന്നെയും ഒന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്, ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മളുടെ സവോളയൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ടെമ്പറിങ് കോരി നമ്മളുടെ തീയലിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് നമ്മളുടെ തക്കാളി തീയൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ടെമ്പറിങ് കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെയും കൂടെ ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടുപ്പത്തോട്ട് വെക്കണേ. ഒന്ന് വരുന്നിടം വരെ ഒന്ന് തിളച്ച് കിട്ടണം. ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി തിളച്ച് കിട്ടണം. അങ്ങനെ അത്രയും ഒന്ന് തിളച്ച് കിട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ തക്കാളി തീയൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിത്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഇടുമ്പം പുതിയ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി നല്ല ടേസ്റ്റ് കിട്ടും. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് കിട്ടും. ഇനിയും വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.